വെറുതെ ഇങ്ങനെ നടന്നു വരിക. തലയിൽ എന്തോ ഒരു ചിന്ത വന്ന ഓർമ്മയേ ഉള്ളൂ. പിന്നെ അതാ ഉത്കണ്ഠ. എന്താണ് നമ്മളിങ്ങനെ വെറുതെ ഉത്കണ്ഠപ്പെടുന്നത്? ഒരുപാട് നമ്മളെ ഉത്കണ്ഠയെക്കുറിച്ചുള്ള ഒരുപാട് മിഥ്യാധാരണകളും അതിൻ്റെ സൊല്യൂഷനുകളാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. എപ്പോഴും നമ്മുടെ ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഓൺലൈനായി കിടക്കുന്ന ഒരു വാട്സപ്പ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും ഉത്കണ്ഠ നമ്മുടെ തലയിൽ ഉദിച്ചൊരു ചിന്തയാണെന്നുള്ള തിരിച്ചറിവുണ്ടായിട്ട് അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ജീവിതം നമ്മൾ ഹാപ്പിനെസ്സിൻ്റെ തീരത്തേക്ക് തിരികെ എത്തിയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളൊരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? നമുക്ക് ഭയം തോന്നുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഭയം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതിലേക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ടാക്കണം. ചിലപ്പോൾ നമ്മൾ എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെ പറയും. നമുക്കിപ്പോൾ ഒരു പൂച്ചയോട് പേടിയുണ്ട്, അപ്പോൾ പൂച്ചയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഇങ്ങനെ കുറേ നേരം ഇടപഴകിപ്പിച്ച് അതുമായിട്ട് പൊരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. അല്ലാതെ ഭയം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ, ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഓടി അകലണ്ട. സിറ്റുവേഷൻ മാറിയിട്ട് നമ്മൾ ഉത്കണ്ഠ മാറുമെന്ന് വിചാരിച്ചാൽ ഇറ്റ്സ് നെവർ പോസിബിൾ ടു ഹീൽ അവർ ആങ്സൈറ്റി. നമ്മളുടെ ഉത്കണ്ഠയിൽ നിന്ന് നമ്മൾ ഓടിപ്പോകാൻ നോക്കിയാൽ അത് കൂടുതൽ ശക്തമായിട്ട് ശബ്ദിക്കും. അവസാനം ഉത്കണ്ഠ അവിടെ തന്നെ നിൽക്കും. മറിച്ച് അതിനെ നേരിടാൻ പഠിച്ചാലോ അത് പതിയെ നിശബ്ദനായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോകും. നമ്മൾക്കുള്ള വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളോട് ഒരു വേജാറാവലാണെന്ന്. ഒരിക്കലുമല്ല. നമുക്ക് വേജാറാവുന്ന ഒരുപാട് യുക്തിയില്ലാത്തതും അതിൽ കടന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളങ്ങനെ ചിന്തിച്ച് കൂട്ടെങ്കിലും ആ വേജാറാവുന്ന സിറ്റുവേഷൻ കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിൽ തന്നെ അവശേഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരം കൂടി റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് ഉത്കണ്ഠ എന്നുള്ളത്. മനസ്സിലായില്ല? അത് വെറും വേജാറാവൽ മാത്രമല്ല. നമുക്ക് നമ്മളൊരു ബോസിനെ കാണുമ്പോൾ വെറുതെ ടെൻഷനാകണം. ആ ടെൻഷൻ അടിക്കുന്ന സിറ്റുവേഷൻ അത് കണ്ട ശേഷം അപ്പം ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠ പിന്നെയും അതവിടെ ഇങ്ങനെ നിലനിൽക്കാനുള്ള കാരണം ആയി എന്ന് വരാം. ഓക്കെ, നമ്മൾ ടി വിയിൽ ഒരേ സാധനം തന്നെ 24 മണിക്കൂറും കണ്ടിരുന്ന മഹാബോറല്ലേ. ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു സംഭവമാണ്. 24 മണിക്കൂറും ഒരേ ചിന്തകൾ, അതിലൂടെ ഒരേ വികാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ടി വിയിൽ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനാണത്. ഓക്കെ, 24 മണിക്കൂറും ഒരേ ചിന്തകൾ, അതിലൂടെ ഒരേ വികാരങ്ങൾ, ഇതെല്ലാം നമ്മുടെ ടി വിയിൽ ഇങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനാണത്. ഓക്കെ, ഇത് നമുക്കുള്ളൊരു വലിയ തെറ്റിദ്ധാരണ എന്താണ്? നമ്മൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ മാത്രമുള്ള ഒരു സംഭവമാണെന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു ആങ്ഷ്യസ് ആയി നിൽക്കുന്നൊരു ഘട്ടത്തിൽ നമ്മൾ നോക്ക്, നമ്മളുടെ നെഞ്ചിന് മിടിപ്പ് കൂടിയിരിക്കും, നമ്മൾക്ക് ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിനെ മൊത്തം ബാധിക്കുന്നൊരു പ്രശ്നമാണ്. ചിലർക്ക് വിറയലുണ്ടാവും, ഹൃദയം പിടിപ്പ് കൂടും, ഛർദ്ദിക്കാൻ തുടങ്ങും, വയറുവേദന വരെ അനുഭവപ്പെടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ആങ്സൈറ്റി, ഉത്കണ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുവനും എക്സ്പ്രസ് ചെയ്യുന്നൊരു വികാരമാണ്. നമ്മുടെ ലജ്ജ എന്ന് പറയുന്നത് ഒരു സ്വഭാവ ഗുണമാണ്. സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഒരു രോഗാവസ്ഥയാണ്. നമ്മളിപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? നമ്മൾക്കിപ്പോൾ ഒരാൾ നമ്മളെ വിമർശിക്കുമോ എന്നുള്ളൊരു പേടി, സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ കടയിലേക്ക് പോകുന്നത് പോലും പേടിയുന്ന ആൾക്കാരുണ്ട്. അത്തരം ഘട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ ശരീരം സ്റ്റിഫായി പോകും, മൈൻഡ് ബ്ലാങ്ക് ആയിട്ടങ്ങ് പോകും അല്ലേ. ഇപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ആളുകളെ ഇഷ്ടമില്ല എന്നാണ്. ഒരിക്കലുമല്ല. മറ്റുള്ളവർ നമ്മളെ ഡിസ്ലൈക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകാത്തത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഉത്കണ്ഠയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. പ്രമേഹം പോലെ തന്നെ ഇതൊരു ആരോഗ്യ പ്രശ്നമാണ്, ചികിത്സിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഫീലിങ്സ് അംഗീകരിക്കുക എന്നുള്ള ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനുവേണ്ടി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ജേർണലിങ്, വർക്കൗട്ട്, മെഡിറ്റേഷൻ, ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ കുറേ റിലാക്സേഷൻ ടെക്നിക്ക്, ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മുടെ ഉത്കണ്ഠയിൽ നിന്ന് മാറാൻ പറ്റും. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആണ്, ഇത് റിയലാണ്, അത് ട്രീറ്റബിളാണ്, നിങ്ങൾ മാത്രം അനുഭവിക്കുന്നൊരു പ്രശ്നവുമല്ല. ഓക്കെ, അപ്പം ഓക്കെ, ബൈ.